നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 2 നിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ് എൻ്റെ പുറകിൽ കാണുന്നത്. നിവോ കൺസെപ്റ്റ് ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ച് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം സൈസ് വളരെ ലിമിറ്റഡ് ആണ്. അതിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 2 നില വീട്, അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മച്ച് മാസീവായിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് എലിവേഷൻ ഡിസൈനാണ് ഈ വീടിന് ആർക്കിടെക്ട്സ് നൽകിയിരിക്കുന്നത്. എലിവേഷൻ പെയിൻറ്റ് കോഡായിട്ടൊരു ക്രീം കളറാണ് നൽകിയിട്ടുള്ളത്. ഓരോ ഭാഗവും നമുക്ക് എടുത്തു പറയാൻ പറ്റിയ അത്രയും മികച്ച രീതിയിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ക്ലാഡിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ എയർ പാസേജ് വീടിനകത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അകത്തൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഞാൻ വിശദമായിട്ട് അത് കാണിച്ചു തരാം. നല്ല വൈബുള്ളൊരു ഏരിയ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലൊരു ജാളി നൽകിയപ്പം വീടിൻ്റെ എക്സ്റ്റീരിയറിനും അതൊരു ഭംഗിയായി, വീടിനകത്തേക്ക് എയർ കയറാനുള്ളൊരു മാർഗവുമായിട്ടത് മാറി. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഏരിയ. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയാം. സെൻറ്ററിലൊരു വിൻഡോ ഒക്കെ വരുന്നുണ്ട്. അതിന് ബോർഡറായിട്ടൊരു ഗ്രൂ നൽകിയിരിക്കുന്നു. നേരെ മുകളിലേക്ക് വന്നാൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ നൽകിയിട്ട് ഈ വീടിൻ്റെ എലിവേഷൻ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഇത്രയും ആംബിയൻസ് തോന്നിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനും അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പനയാണ്. രണ്ടാമത്തത് ഈ പ്ലോട്ട് സെലക്ഷനാണ്. പ്ലോട്ട് നോക്കിയാൽ അറിയാം, ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല ഫ്രണ്ടേജ് ലെങ്തി ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ആ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ല വീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിച്ചു. ഈ ഭാഗത്തൊക്കെ കിച്ചണാണ് വരുന്നത്. ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. 2 സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതേപോലെ ഡോറിലേക്ക് വരികയാണെങ്കിൽ സ്പ്ലിറ്റ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഒരു വലിയ ഡോറും ചെറിയ ഡോറും നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഹാൻഡിലായിട്ട് നൽകിയിരിക്കുന്നത്. മുകളിൽ ഇതേപോലെയുള്ളൊരു അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ചെറിയൊരു സ്പേസിലാണ് ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 10 ഫീറ്റാണ് ലെങ്ത് വരുന്നത്, 8 ഫീറ്റാണ് വിഡ്ത്ത് വരുന്നത്. ഈ ചെറിയ സ്പേസിൽ തന്നെ കസ്റ്റമൈസ്ഡ് സോഫ നൽകിയത് കൊണ്ട് ഈ ഒരു സ്പേസിന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബോക്ലെ ഫാബ്രിക്കൊക്കെ പോലെ നല്ല രസമുള്ളൊരു ഫാബ്രിക്കിലാണ് അത് ചെയ്തിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫുൾ ഹൈറ്റിൽ കർട്ടൻ പോകുന്നുണ്ട്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീലിംഗ് അതിമനോഹരമായിട്ട് ചെയ്യാനും അതിൽ നല്ല ലൈറ്റുകൾ കൊടുക്കാനും ഈ ഒരു ഏരിയ ഒരു ക്ലാസ് ഏരിയ ആക്കി മാറ്റിയെടുക്കാനും ആർക്കിടെക്ട്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു വിഷ്വൽ എഫക്റ്റും കൂടെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ലിവിങ് സ്പേസ് മാറിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസിക് മോൾഡിങ്സ് ആണ് വാൾ ഡെക്കോറിന് പകരം ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. POP ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു വാൾ ഫ്രെയിമും നൽകിയിട്ടുണ്ട്. ഇതൊരു പാസേജ് സ്പേസ് ആണ്. പാസേജ് സ്പേസ് നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസിൽ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഏരിയ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസും ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ സ്പേസ് ആണ് എന്നുള്ളൊരു ഫീല് നമുക്കിവിടെ ലഭിക്കുന്നില്ല. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് വീടിൻ്റെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫീല്, നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു സിമെൻറ്റ് ക്ലാഡിങ് ഈ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ ഫ്ലോറിലേക്ക് നോക്ക്, നല്ല പെബിൾസുകളൊക്കെ ഫ്ലോറിൽ വിരിച്ചിട്ടുണ്ട്. ഈ ഒരു പാത്ത് വേയിലാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ എങ്ങനെ നടന്നിട്ടാണ് വാഷ് ബേസിൻ ആക്സസ് ചെയ്യുന്നത്. നല്ല രസമുള്ളൊരു വാഷ് ബേസിൻ ഏരിയ. ആ ഒരു എന്താ പറയുക ഇറഗുലർ ഷേപ്പിൽ വരുന്നൊരു മിറർ കട്ടിങ്, അതിൻ്റെ ബാക്കിൽ ഹൈലൈറ്റ് ആയിട്ട് ടൈലുകൾ നൽകിയിരിക്കുന്നു. ബ്ലാക്ക് കളറിൽ ബേസിന് നൽകിയിരിക്കുന്നു. ഇവിടുന്ന് നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. മുകളിൽ ഗ്ലാസ് റൂഫിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വാള് വുഡും ഗ്രീനും വെച്ചിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഒരേ സമയത്ത് 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് മേടിച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ലെഗ് നോക്കിയാൽ നല്ല രസമുള്ളൊരു ലെഗാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഇതേപോലെ റെക്സിൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ചെയറുകൾ വരുന്നു. അതിൻ്റെ ബേസും വുഡ് തന്നെ വരുന്ന സമയത്ത് ഡൈനിങ് ടേബിളുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്നുണ്ട്.
ഈ ഒരു ഡിസൈനോട് നല്ല രീതിയിൽ മാച്ച് ആവുന്ന രീതിയിലാണ് സീലിങ്ങിൽ നൽകിയിരിക്കുന്ന സീലിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹാങ്ങിങ് ലൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാം ലൈറ്റിംഗ് കിട്ടുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു സീലിംഗ്, അതിൽ തന്നെ റൗണ്ട് ബേസ് നൽകിയിരിക്കുന്നു. ആ ബേസിൽ ചെറിയ രീതിയിലുള്ളൊരു സ്ട്രിപ്പ് ലൈറ്റൊക്കെ നൽകി ഒരു കോവ് എഫക്റ്റ് ഒക്കെ നൽകിയുണ്ട്. ആ ലൈറ്റിൻ്റെ ഗ്ലോ നമുക്ക് നല്ല ഭംഗിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 14 feet ആണ് ഇവിടെ ലെങ്ത് നൽകിയിരിക്കുന്നത്. 10 feet വിഡ്ത്ത് നൽകിയിട്ടുണ്ട്. WPCയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. അതിൽ മനോഹരമായിട്ടുള്ള ലാമിനേറ്റ്സ് നൽകിയിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ലാമിനേറ്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. തൊടുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വുഡൻ ഓപ്പൺ ഷെൽഫുകൾ നൽകിയിരിക്കുന്നു. അതിൽ ലൈറ്റ് ഉണ്ട്, ക്രോക്കറി ഐറ്റംസ് ഒക്കെ അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് ലോഫ്റ്റ് ഏരിയ, നല്ല സ്റ്റോറേജ് സ്പേസ് പോലെ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. ഏറ്റവും ടോപ്പിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിംഗ് നല്ല രസത്തിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ന്യൂട്രൽ ഷെയ്ഡിലൊക്കെ വരുന്ന തരത്തിലുള്ള കളർ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൽ ഷേപ്പ് കിച്ചനാണ് ഇവിടെ കിട്ടുന്നത്. ഹുഡ് ആൻഡ് ഹോബ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരു റോളിംഗ് ഷട്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്താണ് റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂം എൻ്റെ 2 വശങ്ങളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമുകളുടെ ഡിസൈനൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ ടോയ്ലറ്റ് സ്പേസ് വരുന്നുണ്ട്. ആ ഒരു ചെറിയ പാസേജ് നമ്മളിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഇതാണ് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ ഫാബ്രിക് കവേർഡ് ആയിട്ട് വരുന്ന ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. സെയിം ഹെഡ് ബോർഡിൻ്റെ ടോണ് തന്നെ നമുക്ക് കർട്ടനിൽ നൽകിയിരിക്കുന്നത് കാണാം. സെയിം ഫിനിഷ് തന്നെ നമുക്ക് നേരെ വാർഡ്രോബ് സ്പേസിൽ നൽകിയിരിക്കുന്നത് കാണാം. PU പെയിൻറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 door വാർഡ്രോബ്. WBCയിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഒരു 80% ന്യൂട്രൽ തീം ചെയ്ത സമയത്ത് ഒരു 20% ആക്സെൻറ്റ് കളറായിട്ട് ഗോൾഡൻ ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു വാൾ ഫ്രെയിം, ഇതേപോലെ ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന ഒരു മിറർ, സെയിം ആ കളറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ബാത്റൂം ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷാണ് വാളിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഒരു പാസേജ് സ്പേസിൽ ഒരു പ്രയർ റൂം, നിസ്കാര മുറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വെസ്റ്റ് സ്പേസും വരുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 12 feet ആണ് ഇവിടെ ലെങ്ത്ത് വരുന്നത്. 10 feet വിഡ്ത്തും വരുന്നുണ്ട്. അതിൽ തന്നെ ഇതേപോലെ ഒരു കട്ടിൽ വരുന്നു. കട്ടിലെല്ലാം ഫാബ്രിക് കവേർഡായിട്ട്, കുഷൻ കവേർഡായിട്ടുള്ള ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. റോമൻ ബ്ലൈൻഡ് ആണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു. സറ്റിലായിട്ടുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. കളർ കോമ്പിനേഷനും വളരെ രസമുള്ള ഒരു ഓഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഡിം വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതേപോലെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ബാത്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ആക്ച്വലി ഈ ഒരു വാൾ പാനലിംഗ് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇതൊരു ബാത്റൂമിൻ്റെ ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഡോർ ഹൈഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂസിൻ്റെ പാറ്റേൺ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡോർ ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യില്ല. നേരെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ബാത്റൂം വളരെ ചെറിയൊരു ബാത്റൂമാണ്. അതിൽ തന്നെ നല്ല സൗകര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചവിട്ടുന്ന ഭാഗത്തെല്ലാം വുഡൻ സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലായിട്ട് ഇതേപോലെ മെറ്റൽ ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. നല്ല സ്ലിം ആയിട്ടുള്ള ഫെൻസിങ് ഒക്കെ നൽകി മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ്. മുകൾ ഭാഗത്ത് വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്യുവറായിട്ട് ആ ടീക്ക് വുഡിൻ്റെ സെയിം ഫിനിഷ് തന്നെ മുകളിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ അപ്സ്റ്റെയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു സ്പേസിൽ നിൽക്കുന്നുണ്ട്. അപ്സ്റ്റെയറിലേക്ക് വരികയാണെങ്കിൽ അപ്സ്റ്റെയറിൽ ഇതേപോലെ ഒരു പാസേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നതും വുഡൻ ടൈപ്പിൽ വരുന്ന വിട്രിഫൈഡ് ടൈൽസ് ആണ്. പ്ലാങ്ക് സൈസിൽ വരുന്ന ടൈൽസും നല്ല ഭംഗിയിൽ തന്നെ വിരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പാസേജ് സ്പേസ് ഉണ്ട്. നേരെ ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് സ്പേസിലെ ഡബിൾ ഹൈറ്റ് ഏരിയ നമുക്ക് ഇവിടുന്ന് വിസിബിൾ ആണ്. നേരെ നമ്മൾ ബാൽക്കണി സ്പേസിലേക്ക് വരികയാണെങ്കിൽ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഔട്ട്സൈഡിലേക്കുള്ള വ്യൂ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമുകളാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. ഈ ഒരു വാള് ഇതേപോലെ ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെയൊക്കെ പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം. ഈ ഭാഗത്താണ് ബെഡ്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ 12x10 സൈസിൽ വരുന്നൊരു ബെഡ്റൂമാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഹെഡ് ബോർഡുള്ളൊരു ബെഡ്റൂം വരുന്നു. ഇതേ കളർ തീമിൽ തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബ് സ്പേസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ്. ഡോറിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് കൂടെ ആഡ് ചെയ്ത സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് അത് മാറി. കുട്ടികൾക്ക് പഠിക്കാൻ എൽ ഷേപ്പിലുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്.
സൈഡിലെ ഷെൽഫും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ സെൻറ്ററിൽ റോമൻ ബ്ലൈൻഡ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്പേസ് നല്ലൊരു സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. രണ്ടാമത്തെ റൂം ഇപ്പം നിലവിൽ ഹോം ഓഫീസ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ വെച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ബെഡ്റൂം അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഈ ഭാഗത്താണ് സെക്കൻഡ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതേപോലെ ഫർണിച്ചർ ഇല്ലാതെ ഫിനിഷ് ചെയ്തിട്ട് ഓപ്പൺ സ്പേസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതാണ് എക്സിറ്റ് ഡോർ വരുന്നത്. പുറത്ത് നമ്മുടെ ടെറസിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഡോറ് ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതാ ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പാസേജിലൂടെ നമുക്ക് ടോയ്ലറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രൊജക്ടിന്റെ ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നിവോ കൺസെപ്റ്റ്സ്. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. താങ്ക് യു. പേര് ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് മുഹമ്മദ് ലാസിം. മുക്കാണ് സ്ഥലം വരുന്നത്. നമ്മുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നതും മുക്ക തന്നെയാണ്. കൂടെ ഉള്ളത് ബദ്രുസമാൻ, മാനേജിംഗ് പാർട്ണറാണ്. യെസ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്, ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചലഞ്ചസും എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഇതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്ലോട്ടിൽ അവരെ റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അത് ആ ഒരു സ്പേസ് പ്ലാനിങ് കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ച് തന്നെയാണ്. അതെ, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും ക്ലയൻറ്റ് ഭാഗത്ത് നിന്ന് വരുന്ന ഫീഡ്ബാക്കും അത് തന്നെയാണ്. ശരി. ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊജക്റ്റിൽ ആർക്കിടെക്ട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമാണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്ലയൻറ്റ് ആർക്കിടെക്റ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതെ അതെ. ഈ ഒരു പ്രൊജക്റ്റിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ? ശരിക്കും ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്രയും ഫിനിഷ് ആക്കാൻ സഹായിച്ച മെയിൻ ഘടകം അത് തന്നെയാണ്. കാര്യം നമുക്കൊരു സിംഗിൾ എലമെൻ്റ് ആണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ പോലും അത് ചൂസ് ചെയ്യുന്നതിൽ നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഫ്രീഡം തരികയും, ഇനി ഏതൊരു കാര്യം അവർ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഒപ്പീനിയൻ എടുത്തതിന് ശേഷമായിരിക്കും അത് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആക്ച്വലി ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. യെസ്, നല്ല രസമുള്ള, അതായത് ഇപ്പോൾ ഒരു ചെറിയ ഏരിയ ആണെങ്കിലും പുറത്തുനിന്ന് കാണുന്ന സമയത്ത് നല്ലൊരു ഔട്ട്പുട്ട് ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ആർക്കിടെക്റ്റും ക്ലയൻറ്റും ഒരേ തോണിയിൽ സഞ്ചരിക്കുക എന്ന് പറയും. രണ്ടുപേർക്കും രണ്ട് ഒപ്പീനിയൻ, രണ്ട് വഴികളാവാതെ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് ഒരു കോമൺ ഒപ്പീനിയനിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് അതിവിടെ സക്സസ് ആക്കി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രൊജക്റ്റുകൾ കറൻ്റ്ലി നമുക്ക് ഓൾ കേരള ലെവലിൽ തന്നെ സർവീസ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ട്സ് ഓൺഗോയിങ് ആയിട്ട് ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ നമുക്ക് ഓൺഗോയിങ് പ്രൊജക്ട്സ് ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഈ ആർക്കിടെക്ചറൽ സൂപ്പർവിഷൻ ആണോ ചെയ്യുന്നത്? എങ്ങനെ കൺസൾട്ടൻസി? നമുക്ക് ആക്ച്വലി മെയിൻലി കൺസൾട്ടേഷൻ ആണ്, ഡിസൈനിങ് ആൻഡ് കൺസൾട്ടേഷൻ ആണ്. ഇൻ ഹൗസ് ടീം തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഉണ്ട്. നമുക്കത് ക്ലയന്റ് റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ നമുക്കത് അവർക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ ടീം തന്നെ നൽകിക്കൊണ്ട്. അതെ. ഇവരുടെ കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ ഈ വീട് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ നമുക്കൊന്ന് എടുക്കാം. ഫൈസൽ ആൻഡ് വൈഫാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സാണ്. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? കഴിഞ്ഞ സൺഡേ. യെസ്. ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിരിക്കുന്ന പോലെയുണ്ട്. വളരെ കാഷ്വൽ ആയിട്ടിരുന്നാൽ മതി. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ സംസാരിച്ചാൽ മതി. എങ്ങനെയുണ്ട് പുതിയ വീട്ടിലുള്ള താമസവും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. ആൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇത്രയും നേരത്തെ നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മളോട് ഇടപെടുന്നൊക്കെ വളരെ സൗമ്യമായിട്ട് ഇടപെടുന്ന ആളുകളായിട്ടാണ്. എങ്ങനെയുണ്ട് ആർക്കിടെക്ട്സിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം? നമ്മൾ ഓരോ കോണ്ടാക്ട് ചെയ്യണത് നമ്മളെ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. സ്ട്രക്ചർ വരെ വേറൊരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ വിചാരിച്ചൊരു ഇതേ ഔട്ട്പുട്ടേ ആയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഞാൻ കുറേ സെർച്ച് ചെയ്യും, ഓരോരുത്തർ മെസ്സേജ് അയക്കും, എൻക്വയറി എടുത്തും. പക്ഷെ അവരൊക്കെ പകുതി വെച്ച വർക്കായതുകൊണ്ട് ആരും എടുക്കണില്ലായിരുന്നു. അങ്ങനെയാണ് നിവോൻ്റെ വീഡിയോ ഞാൻ കണ്ടത്, റീല് കണ്ടതാണ്. അതുപോലെ പേജൊക്കെ കയറിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇത് വർക്കാണെന്ന് കണ്ടപ്പോൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഒരു 3D ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമതൊരു 3D ചെയ്ത് തന്നവർ. അങ്ങനെ ആ 3D ഫസ്റ്റിലെ 3D നമുക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായി. അങ്ങനെയാണ് പിന്നെ ത്രൂ ഔട്ട് വരെയായിരുന്നു ഫുള്ള് വർക്ക്. ഹൗസ് വാമിങ്ങിന്റെ തലേന്ന് നൈറ്റ് വരെ ഒരുപാട് ഫുള്ള് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇന്റീരിയർ ആണെങ്കിൽ ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു. മിനിമൽ ആയിട്ട് മതി, ഇന്റീരിയർ വേണം പക്ഷെ മിനിമൽ ആവണം, ഓവറായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയ മെയിൻറ്റെയിൻ ചെയ്ത്. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവരുടെ സർവീസിൽ നിങ്ങൾ വളരെയേറെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കാരണം എപ്പോൾ വിളിച്ചാലും ഒരു റിപ്ലൈ ഉണ്ടാവും. മെസ്സേജ് അയച്ചാലേ
എപ്പോഴും റിപ്ലൈ ഉണ്ടാവുമായിരുന്നു. യെസ് യെസ് നമുക്ക് ചെറിയ ഡൗട്ട്, നല്ല ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക്. യെസ് യെസ്. ചെറിയ ഡൗട്ട് വരെ ഒരു ക്ലിയർ ചെയ്ത് തരും. സാധാരണ ഇങ്ങനെ അവരിങ്ങോട്ട് വിളിച്ചാണ്ട് നമ്മളോട് ഓർമ്മിപ്പിക്കും. ഓർമ്മിപ്പിക്കും, പിക്ക് വിട്ടുകൊടുത്താൽ അതിലുള്ള മൈനസ് എന്താണെന്ന് ഒരു കാണിച്ചു തരും. കൃത്യമായിട്ട് പറഞ്ഞുതരും. യെസ്, നമ്മളിപ്പോൾ ഒരു സജഷൻ ചോദിച്ചാൽ അതിൻ്റെ പ്ലസ്സും മൈനസും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. സാധാരണ ആളുകളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുമ്പോൾ അവർ വർക്ക് ഏറ്റെടുക്കില്ല. അപ്പം അങ്ങനത്തെ ആർക്കിടെക്ട്സ് ഒരുപാടുണ്ട്. എന്നാൽ ഇവർ നിങ്ങളെ നേരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ അത് ഭയങ്കര ഒരു ഇതായിരുന്നു നമുക്ക്. കാരണം ഞാൻ ഭയങ്കര സങ്കടം, കരച്ചിൽ വന്നിട്ടുണ്ട് കണ്ടപ്പോൾ. ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു കോൺട്രാക്ടേഴ്സ് പോയും ചെയ്തു. ഓക്കെ. ഇനി ഒരു വർക്ക് അതിന് കിട്ടണില്ലേ. ഫസ്റ്റിലെ ഫോട്ടോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും, ഇപ്പോഴത്തെ ഫോട്ടോയും കണ്ടാൽ നല്ല മാറ്റമാണ്. യെസ്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറി ഇപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വന്നു. നല്ല പുതിയ വീട്ടിൽ താമസിക്കുന്നത്. നല്ല അഭിപ്രായമാണ് വീടിനെ കുറിച്ച്. എന്തായാലും വന്ന ടീം, കണ്ടമാന ടീം, ഒരുപാട് ടീം നമ്മൾ ചോദിച്ചു. തീർച്ചയായിട്ടും നല്ല വീടാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല വീട്, നല്ല രസമുള്ള വീടാണ്. ചെറിയൊരു ഏരിയയാണ്, പിന്നെ ഒരു നേരെ ഉള്ള ഒരു ഏരിയ അല്ല, പ്ലോട്ടല്ല, ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉള്ള ഒരു പ്ലോട്ടാണ് വരുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ്ടാണ് ചെയ്യുന്നത്. കറക്റ്റ്. എന്തായാലും പുതിയ വീട്ടിൽ സന്തോഷത്തോടു കൂടെ കുടുംബമായിട്ട് താമസിക്കാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അവസരം തന്നെ. നിങ്ങളും ഇതേപോലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിവോ ആർക്കിടെക്ട്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഓൾ കേരള ലെവലിൽ ആർക്കിടെക്ചറൽ സൂപ്പർവിഷൻ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ ആവശ്യമുള്ള ആളുകൾക്ക് ഡിസ്പ്ലേയിൽ ഞാൻ നൽകുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ആർക്കിടെക്ട് സർവീസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടുതൽ പ്രൊജക്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് മൈ ബെറ്റർ ഹോം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും.